അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരെ ആയത്തിലേക്ക് കടക്കാമെന്ന്. സൂറത്തു യൂസുഫിലെ 42 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. 42 വരെ എത്തി അല്ലേ? 42 അല്ലേ? ഇനി 43 മുതൽ എടുക്കണം. ഇൻഷാ അല്ലാഹ്. തൊട്ട് മുമ്പ് 41-ാമത്തെ ആയത്ത് 42 പാരായണം ചെയ്ത് അടുത്തതിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ സാഹിബയിസ് സിജ്നി അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറാ وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان وقال للذي ظن أنه ناج منه اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. അങ്ങനെ ഏതാനും വർഷങ്ങൾ, കുറച്ചു കാലം യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ തന്നെ ആയി. അങ്ങനെ പിന്നീട് രാജാവ് ഒരു സ്വപ്നം കാണുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യവും അതിലൂടെ വഴിയെ യൂസുഫ് അലൈഹിസ്സലാമിന് പുറത്തു വരാൻ അവസരമുണ്ടാവുകയും ചെയ്യുന്ന കാര്യം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الملك إني أرى سبع بقرات سمان يأكلهن سبع عجاف وسبع سنبلات خضر ഖുദ്ർ എന്നാൽ പച്ച അല്ലേ? وأخر يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون. وقال الملك إني
أرى 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون. പറഞ്ഞോക്കൂ. وقال الملك إني أرى قرات كلهن 7 عجاف و7 سنبلات خضر وأخر يابسات يا أيها الملأ أفتوني في رؤياي إن كنتم. وقال الملك രാജാവ് പറഞ്ഞു. ആളുകളോട് പറയാണ്, ഇന്നി അറ, നേരത്തെ വന്ന വാക്കാ, ഇന്നി അറ, തീർച്ചയായും ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. അറാമാനഹു അറാഫിൽ മനാമി, അറാഫിൽ മനാമി. ഇന്നി റഅയ്തു 11 കൗക്കബൻ എന്ന് പറഞ്ഞില്ലേ, ഞാൻ കണ്ടു. ഇവിടെ അറ എന്നാണ് പറയുന്നത്, കാണുന്നു. എന്തായിരിക്കും അങ്ങനെ പറയാൻ? നമ്മൾ ആലോചിക്കുകയാണ്, അല്ലാതെ നമ്മളിങ്ങനെ ആലോചിക്കാം. യൂസുഫ് നബീൻ്റെ ആദ്യ സമയത്ത് പറഞ്ഞപ്പോൾ യൂസുഫ് നബി പറഞ്ഞിടത്ത് എന്താണ്? യാ അബത്തി ഇന്നി അറ എന്നാണുള്ളത്, ഞാൻ കണ്ടു. ഇന്നി റഅയ്തു 11 കൗക്കബൻ, റഅയ്തു ഞാൻ കണ്ടു എന്നാണ്. ഇവിടെ ഈ രാജാവ് എന്താ പറയണത്? രണ്ടാമത് സ്വപ്നം കണ്ടാണ്. രാജാവ് എന്താ പറയുന്നത്? ഇന്നി അറ എന്നാണ്. അറ എന്നാണ് എന്താ അർത്ഥം? കാണൽ തന്നെയാണ്, പക്ഷേ കണ്ടു എന്നാണോ? കാണുന്നു എന്നാണ്. ഞാൻ കാണുന്നു. അപ്പോൾ എന്തായിരിക്കും? അതെന്തായിരിക്കും? തഫ്സീറിൽ ഞാൻ വായിച്ചില്ല, ഞാൻ അല്ലാതെ ഭാഷാപ്രയോഗം കൊണ്ട് ചോദിക്കുകയാണ്. ഒന്ന് ഇന്നി റഅയ്തു എന്നാണ്, ഞാൻ കണ്ടു എന്നാണ് യൂസുഫ് നബി സ്വപ്നം കണ്ട് വാപ്പനോട് പറഞ്ഞപ്പം പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പോൾ രാജാവ് ആളുകളോട് പറയുന്നു ഇന്നി അറ, ഞാൻ കാണുന്നു, ഞാൻ സ്വപ്നം കാണുന്നു എന്നതാണ്. രണ്ടും യാഥാർത്ഥ്യം ഒന്നുണ്ട്. അല്ല, അങ്ങനല്ല, സ്വപ്നം തന്നെയാണ്. അതായിരിക്കും, അത് ഞാനിങ്ങനെ ചിന്തിക്കുന്നതാണ്. പലപ്പോഴും കാണുന്നു എന്നതുകൊണ്ടായിരിക്കണം. ഇനി സ്വാഭാവികമായി നമ്മളെ സംസാരത്തിലുണ്ടാവാറുണ്ടല്ലേ, ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്, കണ്ടു, കാണുന്നു. ഒന്ന് മാതിയാണ്, രണ്ടും മാതിയിലേക്ക് വെക്കാം. നമുക്ക് തഫ്സീറുകളിൽ ഉണ്ടോയെന്ന് ഒന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇന്നി അറ എന്ന് പറഞ്ഞാൽ ഇന്നി അറഫിൽ മനാം, ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. 7 ബഖറാത്തിൻ സിമാനിൻ, 7 ബഖറാത്ത് പശുക്കൾ, സിമാനിൻ, സമീൻ സിമാൻ ജമഅ, നല്ല ബമ്പൻ, അതെ, കൊഴുപ്പുള്ള, നല്ല തടിച്ചു കൊഴുത്ത, സിമാൻ എന്നതിൻ്റെ അർത്ഥം നല്ല ഫാറ്റ് ഉള്ള. ബക്കറാത്ത് എന്ന് പറഞ്ഞാൽ പശുക്കളെ. ഇന്നി അറ 7 ബക്കറാത്തിൻ സിമാനിൻ, 7 തടിച്ച പശുക്കളെ ഞാൻ സ്വപ്നം കാണുന്നു. യഅ്കുലുഹുന്ന,
അക്കല യഅ്കുലു തിന്നുക, യഅ്കുലു തിന്നുന്നു, ഹുന്ന അവയെ തിന്നുന്നു, സബ്ഉൻ ഇജാഫുൻ ഇജാഫ് നല്ല അതെ അതെ ലീനായ കുറച്ച് മെലിഞ്ഞ അല്ലെങ്കിൽ അത്ര ഇല്ലാത്ത തടിച്ചതല്ലാത്ത സിമാൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയണം. 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ എന്ത് ചെയ്യുന്നു? ഭക്ഷിക്കുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. 7 തടിച്ച പശുക്കൾ 7 മെലിഞ്ഞ പശുക്കൾ അതിനെ തിന്നുന്നു. എന്തായാലും പിന്നെ പശുവിനെ തിന്നുന്നതല്ലല്ലോ സംഭവം ഉണ്ടാകുക അല്ലേ? അപ്പോൾ സ്വപ്നം അങ്ങനെ കാണുക, അങ്ങനെ തിന്നുന്നതായി കാണുന്നു എന്നാണ്. പിന്നെയോ അതോടൊപ്പം തന്നെ സുംബുലാത്തിൻ. അപ്പോൾ നമുക്ക് നമ്മൾ അറ എന്ന് പറയാനുള്ളതിൻ്റെ കാരണം ഏതാണ്ട് മനസ്സിലാവാൻ പോവാട്ടോ. ഇവിടെ തന്നെ റഅയ്തു മാറിയ അറ എന്ന് പറയാനുള്ള കാരണം മനസ്സിലാവാൻ പോവാണ്. നമുക്ക് നോക്കാം. സുംബുലാത്തിൻ. സുംബുലത്ത് എന്താ? മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ബക്കറയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സുംബുലത്ത് സനാബിൽ കതിരുകൾ. അതെ. അപ്പോൾ സുംബുലാത്തിൻ ഖുദ്രിൻ പച്ച. ഖുദർ എന്ന് പറഞ്ഞാൽ അഹ്ലർ, ഖദ്റ, ഖുദർ പച്ച. 7 പച്ച കതിരുകളും ഞാൻ കാണുന്നുണ്ട്. ആഖിർ ഉഖറ വേറെ യാബിസാത്തിൻ ഉണങ്ങിയതും. യബിസ ഉണങ്ങി, യാബിസാത്ത്. സബ്അ സുംബുലാത്തിൻ ഖുദ്രിൻ വസബ്അ സുംബുലാത്തിൻ യാബിസാത്തിൻ എന്നർത്ഥം. ഉഖറ യാബിസാത്തിൻ എന്ന് പറഞ്ഞാൽ 7 പിന്നെ എന്തും ഉണങ്ങിയ കതിരുകളും ഞാൻ കാണുന്നു. അപ്പം എന്തായിരിക്കും? ചിലപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത ദിവസം കണ്ടതായിരിക്കും. പശുക്കളെ തിന്നുന്ന ഒരു ദിവസവും കതിരുകൾ ആയിട്ട് വേറൊരു ദിവസവും, അങ്ങനെ 1, 2, 3 പ്രാവശ്യമൊക്കെ കണ്ടതായിരിക്കും ഈ സ്വപ്നം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞത്. ഒന്നിലധികം കണ്ട പിന്നെ ഞാൻ കണ്ടു എന്നല്ല പറയാം. ഞാൻ കുറച്ച് ദിവസമായി സ്വപ്നം കണ്ടു എന്നറിയോ? എന്താ പറയുക? ഞാൻ കുറച്ച് ദിവസമായി സ്വപ്നം ഇങ്ങനെ കാണുന്നു എന്നറിയാം. ആ കാണുന്നതായിരിക്കും ഇവിടെ അറയായത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നി അറാഫിൽ മനാമി എന്ന് പറയാം. ഓക്കെ. എന്നിട്ട് പറയാണ് യാ അയ്യുഹൽ മലഉ. കാര്യപ്പെട്ട ആൾക്കാരെ വിളിച്ചതാണ്. യാ അയ്യുഹൽ മലഉ, പ്രധാനികളായ ആളുകളെ അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയാണ്. കാര്യപ്പെട്ട പ്രധാനികളായ പ്രമുഖരായ ആളുകളോടാണ് വിളി. യാ അയ്യുഹൽ മലഉ, പ്രമുഖരായ പ്രധാനികളായ കാര്യപ്പെട്ട ആളുകളെ എന്ത് ചെയ്യണം നിങ്ങൾ? അഫ്തൂനി. അഫ്ത, യുഫ്തി, ഇഫ്താ. ഫത്വ തരണം. എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അഫ്തൂനി, വിവരിച്ചു തരണം, എക്സ്പ്ലെയിൻ ചെയ്തു തരണം. അഫ്തു നീ, അഫ്തൂ നിങ്ങൾ, നീ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം, വിവരിച്ചു തരണം. ഫീ റുഇയായ, ഫീ റുഇയായ, എൻ്റെ ഈ സ്വപ്നത്തെ, എൻ്റെ ഈ കാഴ്ച. റുഇയ പ്ലസ് യ, എൻ്റെ എന്നുള്ളതാണ് രണ്ടാമത്തെ യാഗ്. റുഇയ എന്നുള്ള യാഗ് സ്വപ്നം എന്നുള്ള യാഗ് തന്നെയാണ്. യ എന്ന് പറഞ്ഞാൽ എൻ്റെ.
എൻ്റെ ഈ സ്വപ്നത്തിന് നിങ്ങൾ ഒന്ന് വിവരണം, ഇതെന്താണെന്ന് പറഞ്ഞു തരണം. ഇൻ കുന്തും ലിറുയ തഅബുറൂന, നിങ്ങൾ സ്വപ്ന വ്യാഖ്യാനം, സ്വപ്നത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിധി വ്യാഖ്യാനം നൽകുന്നവരാണെങ്കിൽ. അബറ യഅബുറു എന്ന് പറഞ്ഞാൽ ഒരു വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, മനസ്സിലാക്കി അവതരിപ്പിക്കുക എന്നാണ് അബറ യഅബുറു എന്ന് പറഞ്ഞാൽ. ഇൻ കുന്തും ഇയ്യാഹു തഅബുറൂൻ, വ്യാഖ്യാനിക്കുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിനൊക്കെ അബറ എന്ന് പറയാം. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ എൻ്റെ ഈ സ്വപ്നത്തെ, നിങ്ങൾ സ്വപ്നം ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ, ഞാൻ ഈ കണ്ട 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ച പശുക്കളെ തിന്നുന്നതും, അതേപോലെ തന്നെ 7 പച്ചക്കതിരുകളും 7 ഉണങ്ങിയ കതിരുകളുമൊക്കെയായി ഞാനിങ്ങനെ സ്വപ്നം കാണുന്നു. എന്താണ് അതിൻ്റെ ഒരു നിജസ്ഥിതി എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ എന്നാണ് അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്നത്. വഖാലൽ മലികു, അർത്ഥം പറയും. വഖാലൽ മലികു, രാജാവ് പറഞ്ഞു, ഇന്നി അറാ, ഞാൻ കാണുന്നുണ്ട്, സബ്അ ബഖറാത്തിൻ സിമാനിൻ, തടിച്ച 7 പശുക്കളെ, യഅകുലുഹുന്ന, അവയെ തിന്നുന്നു, ഭക്ഷിക്കുന്നു, സബൂൻ ഇജാഫുൻ, മെലിഞ്ഞ 7 എണ്ണങ്ങൾ, വ സബ്അ സുംബുലാത്തിൻ, വ അറാന്നർത്ഥം, ഞാൻ കാണുന്നു, സബ്അ സുംബുലാത്തിൻ, 7 കതിരുകൾ, ഖുദ്റിൻ, പച്ച, വ ഉഖറ യാബിസാത്തിൻ, വേറെ ഉണങ്ങിയതും കാണുന്നുണ്ട്, ഉണങ്ങിയവയും. യാ അയ്യുഹൽ മലഉ, ഹേ പ്രധാനികളായവരെ, അഫ്തൂനി ഫീ റുയായ, എൻ്റെ ഈ കാഴ്ചയെ നിങ്ങളൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യൂ, ഒന്ന് വിവരിച്ചു തരൂ. ഇൻ കുന്തും ലിറുയാ തഅബുറൂന, ചെയ്യുന്നവരാണെങ്കിൽ എന്ന് പറയാം. വഖാലൽ മലികു ഇന്നി അറാ ഫീ മനാമി 7 ബഖറാത്തിൻ സിമാനിൻ യഅകുലുഹുന്ന 7 ബഖറാത്തിൻ നഹീലാത്തിൻ മിനൽ ഹുസാൽ വറഅയ്തു 7 സുംബുലാത്തിൻ ഖുദ്റിൻ വ7 സുംബുലാത്തിൻ യാബിസാത്തിൻ യാ അയ്യുഹൽ മലഉ മഅഹു യാ അയ്യുഹസ് സാദത്തു വൽ കുബറാഉ, അസ്സാദത്തു വൽ കുബറാഉ, വലിയ ആൾക്കാർ. അഖ്ബിറൂനി, അഫ്തൂനി എന്ന് പറഞ്ഞാൽ അഖ്ബിറൂനി അൻ ഹാദിഹി റുയ ഇൻ കുന്തും ലിറുയാ തുഫസ്സിറൂന, നിങ്ങൾക്ക് തഫ്സീർ നൽകാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്നാണ്. ഓക്കെ, അപ്പോൾ ഖാലു, അവരെന്താ പറഞ്ഞത്? ഓതിയതല്ലേ. ഖാലു അദ്ഗാസു അഹ്ലാം, ഓതു 44-ാമത്തെ ആയത്ത്. ഖാലു അദ്ഗാസു അഹ്ലാം وما نحن بتأويل الأحلام بعالمين وما نحن بتأويل الأحلام بعالمين قالوا أضغاث أحلام وما نحن بتأويل الأحلام بعالمين قالوا, അവര് പറഞ്ഞു,
എന്താ പറഞ്ഞത്? അത് അദ്ഗാസു അഹ്ലാം, അദ്ഗാസു അഹ്ലാമിൻ. എന്താണത്? അത് ചില കൺഫ്യൂഷൻസാണ് അദ്ഗാസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ അദ്ഗാസു അഹ്ലാം എന്ന് പറയുമ്പോൾ പേക്കിനാവുകളുണ്ട്. അതൊരു പാഴ് സ്വപ്നങ്ങളാണ്. നിങ്ങളെന്തോ ഇന്ന് കാണായിക്ക് എന്ന് പറയും. അദ്ഗാസു അഹ്ലാമിൻ അത് ചില പലതരം പേക്കിനാവുകളാണ് എന്ന് പറയുന്നത്. അദ്ഗാസ് അർത്ഥമില്ലാത്ത പലതരം എന്നർത്ഥം. കൺഫ്യൂസ്ഡായ എന്നാണ് ആ പദത്തിന് അർത്ഥം പറയാം. കൺഫ്യൂസ്ഡായ, പ്രത്യേകിച്ചൊന്നുമില്ലാത്ത എന്തൊക്കെയോ അങ്ങനെ ഒരു അതങ്ങനെ തന്നെ ഉള്ളൂ ആ എന്ന് പറഞ്ഞു. മാത്രമല്ല വമാ നഹ്നു ഞങ്ങൾ അല്ല ബി തഅ്വീലിൽ അഹ്ലാമി ഡ്രീംസിനെ സംബന്ധിച്ച്, സ്വപ്നങ്ങളെ സംബന്ധിച്ച് തഅ്വീൽ വ്യാഖ്യാനം നൽകാൻ ബി ആലിമീൻ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അത്ര അറിയില്ല. അത് നിങ്ങളെന്തോ കാണുകയ്ക്ക്, ഞങ്ങൾക്കാണ് അതിനെക്കുറിച്ച് പറയാനും അറിയില്ല. അത്രേ ഉള്ളൂ, ഓരോ വർത്താനം അത്രേ ഉള്ളൂ. ഖാലു അവർ പറഞ്ഞു അദ്ഗാസു അഹ്ലാം അത് പലതരം പേക്കിനാവുകളാണ്. വമാ നഹ്നു ബി തഅ്വീലിൽ അഹാദീസ് ബി ആലിമീൻ ഞങ്ങൾക്കാണെങ്കിൽ സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് അറിവൊട്ടില്ലതാനും. ഖാലൂ റുഇയാക ഹാദിഹി അഖ്ലാത്തു അഹ്ലാമിൻ, അഖ്ലാത്തു അഹ്ലാമിൻ എന്ന തഫ്സീർ എടുത്ത്. അദ്ഗാസു അഹ്ലാമന പലതരം അർത്ഥങ്ങളില്ലാത്ത, പ്രത്യേകിച്ചൊന്നുമില്ലാത്ത എന്തൊക്കെയോ ഇങ്ങനെ കാണുകയാണ്. ദുസ്വപ്നങ്ങൾ, ദുസ്വപ്നം എന്ന് മാത്രമല്ല, അത് അങ്ങനെ ഒരു ഏക്കിനാവുകൾ എന്ന അർത്ഥത്തിലാണ്. അതായത് അഖ്ലാത്ത് എന്ന് പറഞ്ഞാൽ കൂടിക്കലർന്ന, കുറച്ച് തടിച്ച ബൈക്കുകൾ, മെലിഞ്ഞ കുറച്ച് ബൈക്കുകൾ, പിന്നെ ഉണങ്ങിയ കുറച്ച് കതിരുകൾ, പിന്നെ കുറേ പച്ചക്കതിര്, അതൊക്കെ എന്തോ കാണുക നിങ്ങൾ. ഞങ്ങൾക്കറിയില്ല അതിനെക്കുറിച്ച് പറയാം. ഇതാണ് വിഷയം പറഞ്ഞത് അദ്ദേഹം. വമാ നഹ്നു ബി തഹ്വീലിൽ അഹ്ലാമി ബി ആലിമീൻ എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ അങ്ങനെ ആളുകൾ പറഞ്ഞപ്പോൾ അതിലൊരാൾ ആരായിരിക്കും? അതെ, വഖാല അല്ലദീ നജാ മിൻഹുമാ وقال الذي نجا منهما وادكر بعد أمة أنا وقال الذي نجا منهما وادكر بعد أمة أنا أنبئكم بتأويله فأرسلون وقال الذي نجا منهما وادكر بعد أمة أنا أنبئكم بتأويله فأرسلون. എന്ത് പ്രയാസം? ഉറങ്ങിപ്പോയോ? അവിടെ പാരായണത്തിൽ എന്തോ ഒരു പുതുമ തോന്നിയെന്താ? നിങ്ങളെ ശബ്ദം അവിടെ പോയില്ലേ കാര്യമായിട്ട്? അത് ഫോണങ്ങോട്ട് മാറിയതുകൊണ്ടാ. യെസ്. അപ്പോൾ അവിടെ നമ്മൾ വായിച്ചപ്പോൾ ഒരു കാര്യം വായിച്ചല്ലോ, വിഷയത്തിലേക്ക് വരാൻ്റെ മുമ്പ്
വായനാ നിയമത്തിലൊരു കാര്യം നിർത്തിയപ്പോൾ അനാന്ന് പറഞ്ഞു. അത് തെറ്റിപ്പോകുന്നതല്ല, അത് അങ്ങനെയാണ് നിർത്തേണ്ടത്. പക്ഷെ അധികം ആളുകളും അത് നിർത്താറുള്ളത് അന എന്നാണ്. അന എന്നല്ല. അവിടെ നിർത്തുമ്പോൾ ആ അലിഫ് ഉപയോഗപ്പെടുത്തണം. നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? ആ അലിഫിനെ ഉപയോഗിക്കണം. അതിനാണ് അതിൻ്റെ മുകളിൽ ഒരു നീളത്തിലുള്ള പൂജ്യട്ട്. ശ്രദ്ധിക്കണം. ഒരു ലേശൊരു നീളമുള്ള അല്ലെങ്കിൽ ഒരു കോഴിമുട്ടാകൃതി പോലെയൊക്കെ ഒരു പൂജ്യം അതിൻ്റെ മുകളിലിട്ടത്, ആ അലിഫിൻ്റെ മുകളിലിട്ടത്, അത് നിർത്തുമ്പോൾ നീട്ടാനുള്ള അലിഫും കൂട്ടി ഓതുമ്പോൾ ഉപയോഗിക്കാതിരിക്കാനുള്ള അലിഫോ ഒഴിവാക്കാനുള്ള അലിഫോ. കൂട്ടി ഓതുമ്പോൾ അനാന്ന് ഓതുവോ? ഇല്ല, അന നൂൻ ഫത്ഹ മാത്രമേ ഉണ്ടാവൂ, അലിഫില്ല. കൂട്ടി ഓതുമ്പോൾ അന ഉനബി ഉക്കും എന്നാ. ഉനബി ഉക്കും എന്നുള്ളതിലെ നായും അന എന്നുള്ളതിലെ നായും ഒരേപോലെയാണ്. അന ഉനബി ഉക്കും, അനാ ഉനബി ഉക്കും ഇല്ല, അന ഉനബി ഉക്കും. പക്ഷെ അന എന്നിടത്ത് നിർത്തുകയാണെങ്കിൽ അതെന്താക്കണം? ഉമ്മത്തിൻ അന. സാധാരണ ദീർഘം പോലെ നീട്ടി അവിടെ വെക്കണം, നീട്ടി വെക്കണം. وقال الذي نجا منهما وادكر بعد أمة أنا. അങ്ങനെയാണ് നിർത്തണ്ടേ. بعد أمة أنا أنبئكم بتأويله فأرسلون. നിങ്ങൾ ആരെങ്കിലും വെറുതെ കുട്ടികളെ ആരെങ്കിലും ഒന്നിനെ നിർത്തിയിട്ട് ഇരുത്തിയിട്ട് ഇവിടെ വഖഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടൊന്ന് ഓതി നോക്ക്. ഈ ആയത്തൊന്ന് ഓതിയാട്ടെ, കേൾക്കട്ടെ, ഇവിടെ നിർത്തണം കേട്ടോ എന്നൊന്ന് പറഞ്ഞിട്ട്. ഒന്നുകിൽ ഇതെന്താണെന്ന് അറിയാതെ അനാന്ന് ഓതി നിർത്തും, അല്ലെങ്കിൽ ഒട്ടും അറിയാതെ അന എന്ന് നിർത്തും. കാരണം അന എന്ന് നമ്മൾ കേട്ട് പഠിച്ചതൊക്കെ എന്താ? അന നൗഷാദ്, അന മുഹമ്മദ്, അന അന്ത, അന എന്നാ കണ്ട്. അങ്ങനെ കൂട്ടി ഓതിയ ശീലമുള്ളൂ. അതുകൊണ്ട് അന എന്ന് തന്നെ നിർത്തും ചിലർ. അത് നിർത്തേണ്ടത് അന എന്നാണ്. ഇങ്ങനെ ഖുർആനിൽ എത്ര അലിഫുണ്ട് എന്നറിയോ? മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഖുർആനിൽ എത്ര അലിഫുകളുണ്ട്? 7 എണ്ണം. യെസ്, അപ്പോൾ TTQ വന്നതിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ എത്ര അലിഫുണ്ട്? ഖുർആനിൽ ആകെ 7 പദങ്ങളിൽ മാത്രമേ ഈ അലിഫുള്ളൂ. 7 അലിഫല്ല ഉള്ളത്, 7 വാക്കുകളിലേ ഈ അലിഫുള്ളൂ. നിർത്തുമ്പം നീട്ടാനും കൂട്ടി ഒതുമ്പം കട്ട് ചെയ്യാനുമുള്ള അലിഫ് എത്ര വാക്കുകൾക്കേ ഉള്ളൂ? 7 പദങ്ങളുടെ അലിഫിന് മാത്രമേ ഉള്ളൂ. അതിലൊരു വാക്കാണ് ഏത്? അന. സൂറത്തുൽ കാഫിറൂനിലൊക്കെ അല്ലേ ലാ വലാ അന ആബിദുൻ. അവിടെ അന അനൻ്റെ നൂൻ്റെ അലിഫുമലൊക്കെ പൂജ്യമുണ്ട്. എല്ലാം ഉണ്ട്, നമ്മൾ കണ്ടില്ല. അത് നോക്കേണ്ടെങ്കിൽ വെറുതെ ഒന്ന് എടുത്തു നോക്കി. ഇപ്പോൾ തന്നെ വേഗം നോക്കാമല്ലോ. സൂറത്തു പിന്നെ കാഫിറൂനിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു എന്നുള്ളിടത്ത് അനൻ്റെ നൂന് കഴിഞ്ഞ അലിഫുമേൽ ഒരു പൂജ്യം ഉണ്ടാവും. നീളപ്പൂജ്യം എന്ന് മലയാളത്തിൽ പറയാം. അങ്ങനല്ല എൻ്റെ പേര്. അറബിത്തിനുള്ള പേര് പഠിക്കണം. സിഫ്ർ മുസ്തഖീൽ എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ യസ്ബുത്ത് വഖഫൻ, വഖഫ് ചെയ്യുമ്പോൾ അലിഫ് ഉണ്ടാവണം. യസ്കുത്ത് വസ്ലൻ, കൂട്ടി ഓതുമ്പോൾ അലിഫ് ഒഴിവായി പോകും. വലാ അന ആബിദു എന്നല്ലേ നമ്മൾ ഓതും. അപ്പം നമ്മൾ ഓതുക വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന. അവിടെ നിർത്തുകയാണെങ്കിൽ എന്നിട്ട് കൂട്ടി ഓതുമ്പോൾ വലാ അന ആബിദുൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് അന തന്നെ 60 ചില്ലറ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അന തന്നെ. പിന്നെ ഉള്ള 6 വാക്കുകൾ വേറെ ഉണ്ട്. ഒന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുകൾ പറയും. സലാസില. നമ്മൾ സൂറത്ത് ഇൻസാനില്ലേ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാലൻ. ആ സലാസിലൻ്റെ മുകളിലുണ്ട് ഒരു അലിഫ്. സലാസില്ല, ലാമിന് ഒരു അലിഫുണ്ട്. അതിങ്ങനത്തെ ഒരു അലിഫ്. പിന്നെ റസൂല. റസൂല എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. റസൂല എന്ന് കാണാം. റസൂല എന്ന് നിർത്തേണ്ടി, അല്ലാണ്ട് റസൂൽ എന്നല്ല. ലാമിന് ഒരു അലിഫുണ്ട്, അയിമൽ പൂജ്യമുണ്ട്. പിന്നെ അപ്പോൾ 3 എണ്ണം പറഞ്ഞേ. കഹ്ഫിലുണ്ട്. എന്തായാലും ലാക്കിന്ന.
ലാക്കിന്ന എന്ന് കാണാം. ലാക്കിന്ന നൂനുമൽ അലിഫ് കാണും. കൂട്ടി ഓതുമ്പോൾ ലാക്കിന്ന എന്നേ ഓതാവും, നിർത്തുമ്പോൾ ലാക്കിന്ന എന്ന് നിർത്തണം. പിന്നെ 4 ഇനി 3 ഉള്ളൂ. അന, ലാക്കിന്ന, പിന്നെ ഏതാണ് സലാസില, റസൂല. അഹ്സാബ് തന്നെ ഉണ്ട് 3 അല്ലേ അതിനുള്ളത്. സബീല അപ്പോൾ 5 സബീല. പിന്നെ ളുനൂന, അൽളുനൂന. പിന്നെ ഒന്നുകൂടി താഴെ സൂറത്തിൽ ഇൻസാനിൽ 15ാമത്തെ ആയത്തിലുള്ള 15ലും 16ലും ആ വാക്കുണ്ട്. 15ാമത്തേലുള്ള വാക്കിൻ്റെ അലിഫ് മാത്രം ഖവാരീറ. അഅ്തദ്നാലിൽ കാഫിരീന, പിന്നെ എന്താ ഖവാരീറ. എന്നിട്ട് അടുത്ത ആയത്തും ഖവാരീറ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. മിൻ ഫിദ്ദത്തിൻ. അതിൽ ആദ്യത്തെ ഖവാരീറ എന്നുള്ളതിൻ്റെ അലിഫ്. അങ്ങനെ 7 അലിഫുകൾ എന്ന് പറഞ്ഞിട്ട് തജ്വീദിൽ ഒരു പാഠം തന്നെ ഉണ്ട്, അലിഫാത്തു സബ്അത്തു. ആ 7 അലിഫുകളുടെ മുകളിൽ കാണുന്ന 0 എന്തിനുള്ളതാണ്? ആ അലിഫിനെ എന്തിനു സൂചിപ്പിക്കുന്നതാണ്? വഖഫ് ചെയ്യുമ്പോൾ അലിഫ് ഉപയോഗിച്ച് നിർത്തണം, കൂട്ടി ഓതുമ്പോൾ അലിഫ് ഒഴിവാക്കി ഓതാം. അതിൽ എക്സെപ്ഷനായ കേസുണ്ട്. സലാസിലൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. അത് പിന്നെ 2 രീതിയിലും ആവാം. അലിഫ് ഉപയോഗിച്ചു, അലിഫില്ലാതെ ആവാം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എന്ന് മാത്രം. ഓക്കെ. പറഞ്ഞു, അല്ലദീ നജാ യൻജു, രക്ഷപ്പെട്ടവൻ പറഞ്ഞു. മിൻഹുമാ, നേരത്തെ 2 ആളെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ രക്ഷപ്പെടുകയും ഒരുത്തൻ പിന്നെയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തല്ലോ. ഒരുത്തൻ ശിക്ഷിക്കപ്പെട്ടു, ഒരുത്തൻ വീണ്ടും ജോലിയിലേക്ക് തന്നെ തിരിച്ചെടുക്കപ്പെട്ടു. അവൻ പറഞ്ഞു, വഖാലല്ലദീ നജാ മിൻഹുമാ, ആ 2 പേരിൽ, അതായത് യൂസുഫ് നബിയുടെ കൂടെ ജയിൽ സുഹൃത്തുക്കളായി ഉണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ പറഞ്ഞു. എങ്ങനെ? വദ്ദക്കറ. ദക്കറ എന്ന പദത്തിൽ നിന്നാണ് വദ്ദക്കറ വന്നത്. എന്തായി? അത് ആല് കട്ടായി പോകുന്നതാണ്. ഇത് ദക്കറയാണ് ഇദ്ദക്കറയാവുക. ഇത് ദക്കറയാണ് ഇതിൻ്റെ ബേസ് കേട്ടോ. അത് പഠിച്ചു വെക്കണേ. വദ്ദക്കറ. അതുപോലെ ഫഹൽ മിൻ മുദ്ദക്കിർ നോക്കണ്ടില്ലേ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മുദ്ദക്കിർ. അവിടെ ആൾക്കാർ അറിയാതെ തെറ്റി ചോദിപ്പോലുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ആണല്ലോ. അത് തന്നെയാണ് മുദ്ദക്കിർ എന്നതുകൊണ്ട് മുദ്ദക്കിർ എന്നോതും ചിലർ. മുദ്ദക്കിർ അല്ല. വായന നിയമത്തിൽ എങ്ങനെയാണ് വായിക്കേണ്ടത്? മുദ്ദക്കിർ എന്ന. ഇദ്ദക്കറ. ആ ദാലിലേക്ക് കയറി ഇദ്ദക്കറയായി. അങ്ങനെ മുദ്ദക്കിർ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ദക്കറയാണ് അതിൻ്റെ ബേസ് എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയൊക്കെ പിന്നീട് പഠിച്ചോട്ടെ. വദ്ദക്കറ, അദ്ദേഹത്തിന് ഓർമ്മ വന്ന സ്ഥിതിക്ക് പറഞ്ഞു. എപ്പോ? ഇവരെല്ലാവരും പറയുകയും തന്നെയാണ്. ഓരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല സാർ, രാജാവേ ഞങ്ങൾക്കറിയില്ല, അത് നിങ്ങൾ എന്തോ കണ്ടതായിക്കോ. ഉടനെ മറ്റേയാൾ പറഞ്ഞതായിക്കോ? അന്നേരം തന്നെ പറഞ്ഞേക്കും. വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ. അന്നേരം ഒന്നും അല്ല എന്നാണ് മനസ്സിലാകുന്നത്. ആളുകൾ അത് തന്നെ ആയിരിക്കാം, അതറിയില്ല. ഞാൻ ചോദിച്ചാൽ അസമയത്ത് തന്നെയാണോന്നാ. രാജാവ് ഇങ്ങനെ വന്ന് പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്, 7 അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, എന്താ നിങ്ങൾ ആരെങ്കിലും പറയും? അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഞങ്ങളാരും അത് ഞങ്ങൾക്ക് അറിയില്ല, അത് നിങ്ങൾ എന്തോ കണ്ടതായിക്കും. അന്നേരം തന്നെ അയാൾ മറ്റേ ആൾ പറഞ്ഞാണോ? അല്ല, അതാ ഞാൻ ചോദിച്ചു. അന്നേരം തന്നെ പറഞ്ഞതായിരിക്കില്ല. കാരണം ബഅദ ഉമ്മത്തി എന്ന് പറയുന്നത്. ബഅദ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മത്ത് എന്ന് എന്താ? ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമൂഹം, സമുദായം എന്നൊക്കെ പറയുന്ന ഉമ്മത്ത് തന്നെ. അത് തന്നെ ഒരു പീരീഡാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ പീരീഡ്. ബഅദ ഉമ്മത്തിന്, ഒരു പീരീഡിന് ശേഷം, അതായത് കുറച്ച് കാലത്തിന് ശേഷം, പിന്നീട് ഒരിക്കൽ, പിന്നീട് എപ്പോഴോ, അതന്നെ ബഅദ
ഉമ്മത്തിൻ, അദ്ദേഹത്തിന് എന്തായി? ബഅദ ഉമ്മത്തിൻ, അതെ, വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ, ഒരു പീരീഡിന് ശേഷം അദ്ദേഹത്തിന് ഓർമ്മ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഖാല, അദ്ദേഹം പറഞ്ഞു, അനാ, ഞാൻ, ഉനബ്ബിഉകും, നബ്ബഅ യുനബ്ബിഉ, നബിയ്, നബി എന്ന വാക്ക് എവിടുന്ന് വന്ന്? ആ, അതെവിടുന്ന? നബിയുൻ എന്ന വാക്ക് എവിടുന്ന വന്ന്? നബ്ബഅ യുനബ്ബിഉ തന്നെയാണ്. നബിയ്, നബി എന്നാണ് ശരിക്കും. നബി, നബഅ, നബ്ബഅ, അതിൽ നിന്ന് വന്ന നബി. വേറെ മറ്റ് റിവായത്തിൽ കാണാം, വസ്കുർഫിൽ കിതാബി, പിന്നെ നബിമാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. മറിയം സൂറത്തിലൊക്കെ അല്ലേ, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അല്ലേ? അതിങ്ങനെ കാണാം. വേറെ റിവായത്തിൽ കേൾക്കാം, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, റസൂലൻ നബിയ്യ, റസൂലൻ നബിയ്യ, നബി, നബി. അങ്ങനെയും പാരായണം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ വാക്ക് തന്നെയാണെന്ന് അറിയാം. നബിയായിരുന്നു വന്നാന്ന് ചോദിച്ചാൽ ഇന്നാണെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു. നബഅ, നബ്ബഅ അതൊക്കെയാണ് അതിൻ്റെ. അന ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ബി തഅ്വീലിഹി, അതിൻ്റെ തഅ്വീൽ, നേരത്തെ വന്ന വാക്ക് വ്യാഖ്യാനം. പക്ഷെ എനിക്കറിയോ? മൂപ്പർക്ക് അറിഞ്ഞിട്ടാണോ പറയുന്നത്? മറ്റവരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് പറയും എനിക്കറിയാം എന്നാണോ പറഞ്ഞത്? അല്ല, പിന്നെന്താ? വദ്ദക്കറ, ഓർമ്മ. എന്താ ഓർമ്മ? ഇത് പണ്ട് നിൻ്റെത് പറഞ്ഞു തന്നെ യൂസുഫ് ഇല്ലേ? അന്നേരം ഓർമ്മയില്ല, വേഗം ഓർമ്മയപ്പോൾ പോയി പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. അർസിലൂൻ, ഇന്നെന്ത് ചെയ്യണം? നിങ്ങളതിന് നിയമിക്കണം, എന്നെ പറഞ്ഞേക്കണം. നിങ്ങൾ വിടി, നിങ്ങളതിനൊന്ന് പിന്നെ ദൂതനായി വിടി, എന്നാൽ ഞാൻ പോയി ചോദിച്ച് വന്ന് പറഞ്ഞുതരാം. ഫഅർസിലൂനി എന്നാണ്. ഫഅർസിലൂൻ, എന്നെ നിങ്ങൾ അതിനെ നിയോഗിച്ചേക്കൂ. വഖാലല്ലദീ നജാ മിനൽ ഖത്ലി മിൻ സാഹിബൈ യൂസുഫ് ഫിസ്സിജിൻ വതദക്കറ ബഅദ മുദ്ദത്തിൻ, ഉമ്മത്ത് മാന മുദ്ദത്ത്, കുറച്ച് കാലയളവിന് ശേഷം. മാ നസിയ മിൻ അംരി യൂസുഫ്, യൂസുഫിൻ്റെ കാര്യം മറന്നുപോയി, കുറച്ച് കാലം കഴിഞ്ഞാലാ ഓർമ്മയത്. പിന്നെ അനാ ഉഖ്ബിറുക്കും ബി തഅ്വീലി ഹാദിഹി റുഅയ ഫബഅസൂനി ഇലാ യൂസുഫ ലആതീകും ബി തഫ്സീരിഹാ എന്ന് പറഞ്ഞ് അങ്ങനെ മൂപ്പർ പിന്നെ നിയമിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചനയൊക്കെ നടത്തിയിട്ടുണ്ടാവും. എന്നാൽ ശരി എന്ന് മൂപ്പർക്ക് കിട്ടണല്ലോ, ഇതിങ്ങനെ പ്രശ്നമല്ലേ. അങ്ങനെ പറഞ്ഞയക്കുന്നു. പറഞ്ഞയച്ചിട്ട് അവിടുന്ന് യൂസുഫ് നബിയോട് ചോദിക്കുന്നു പിന്നീട്. അപ്പോൾ യൂസുഫ് നബി അതിന് കൃത്യമായ ഒരു സംഗതി മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അല്ലേ? അതൊക്കെയാണ് അവിടെ ഉണ്ടായത്. യൂസുഫ് നബി കൊടുക്കുന്ന മറുപടിയൊക്കെ ഇൻഷാ അല്ലാഹ് അത് രണ്ടും ഇദ്ദേഹം ചെന്ന് ഈ റസൂൽ അവിടെ ചെന്ന് ചോദിക്കുന്നതും അതിന് കൊടുക്കുന്ന മറുപടിയും ആയിട്ട് 3 ആയത്തുകളിൽ അല്ല 4 ആയത്തുകളിൽ വരുന്നുണ്ട്. അത് നമുക്ക് 4 ആയത്തും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഒന്നിച്ചങ്ങ് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ശുദ്ധ ഖുർആൻ പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും അതനുസരിച്ച് ജീവിച്ച് മരിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും അല്ലാഹു ലോകത്തെ എല്ലാ മനുഷ്യരെയും എല്ലാ ശത്രുകരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.